الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا ومولانا محمد. اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما تصدقناه بعد القبول منا إلى حضرة نبينا وشفينا مصطفى محمد صلى الله عليه وسلم وإلى حضرات أجدادنا كلهم رضوان الله تعالى عن كل واحد منهم أجمعين. اللهم أعل درجاتهم في الجنة. اللهم أعل درجاتهم في الجنة. اللهم بحقوقهم وبفضلهم وبكراماتهم افض علينا وعلى والدينا وعلى أساتذتنا من فيوضاتهم يا مفيض الفيوضات. اللهم إنك تعلم ذنوبنا وذنوبهم فاغفرها وتعلم عيوبنا وعيوبهم فاسترها وتعلم أمراضنا وأمراض مرضانا وأمراض من يجيء إلينا شفاء تاما لا يغادر سقما ولا علما. اللهم بارك لنا في كل أمورنا. اللهم بارك لنا في كل أمورنا كما باركت لعبادك الصالحين. اللهم زد في قلوبنا محبة حبيبك سيدنا مصطفى محمد صلى الله عليه وسلم ومحبة عبادك الصالحين. اللهم جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى. سبحان ربك رب العزة عما يصفون الحمد لله رب العالمين. السلام عليكم ورحمة الله. بدر
കുതിരത്തുടയോനെ കൽപ്പിച്ചു ഗുണം ത്വാഹ റസൂലിനെ സ്നേഹിച്ചു പതറാതെ തൗഹീദ് ഒന്നിച്ചു സത്യപൂന്താവിൽ ധീരത്വം കാണിച്ചു കുതിരത്തുടയോനെ കൽപ്പിച്ചു ഗുണം ത്വാഹ റസൂലിനെ സ്നേഹിച്ചു പതറാതെ തൗഹീദ് ഒന്നിച്ചു സത്യപൂന്താവിൽ ധീരത്വം കാണിച്ചു നെതിരത്തെ മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയേ നിറവായേ സബീലാടിയ ശുഹദാക്കളെ ബദർ യുദ്ധക്കളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമന ശുഹദാവ് ബദരീങ്ങളെ ബദർ യുദ്ധക്കളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമന ശുഹദാവ് ബദരീങ്ങളെ ശത്രുക്കളായിരമട്ടാണ് ശക്തിയായ യുദ്ധ സാമഗ്രി ജോറാണ് ശത്രുക്കളായിരമട്ടാണ് ശക്തിയായ യുദ്ധ സാമഗ്രി ജോറാണ് മുത്ത് നബി സൈന്യം കുറവാണ് വെറും 313 പേരാണ് പരിശുദ്ധ തക്ബീരിൻ ധ്വനിയെങ്ങും മുഴങ്ങിയേ റസൂലാർ കുരുശരാം ബദരീങ്ങളെ ബദർ യുദ്ധക്കളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമന ശുഹദാവ് ബദരീങ്ങളെ ഉദികത്തും ഇസ്ലാമിൽ ഉയർവാലും കൊടുത്തുള്ളേ ഉചിത പോർ പൂരികളാ ശുഹദാക്കളെ ഉദികത്തും ഇസ്ലാമിൽ ഉയർവാലും കൊടുത്തുള്ളേ ഉചിത പോർ പൂരികളാം ശുഹദാക്കളെ ബദർ യുദ്ധക്കളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമന ശുഹദാവ് ബദരീങ്ങളെ ബദർ യുദ്ധക്കളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമന ശുഹദാവ് ബദരീങ്ങളെ السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ മഹലായ ഫള് കൊണ്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി 96ാമത്തെ ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് 100ാമത്തെ ദിവസം നമ്മുടെ കാട്ടുകൂക്കിയ നമ്മുടെ ഈ സ്ഥാപനയുടെ കേന്ദ്രബിന്ദുവായ നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാ ദിവസവും നമ്മൾക്ക് ദുആ ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട കാട്ടുകൂക്കിയ തങ്ങൾക്കുള്ള പ്രിയപ്പെട്ട യാളാഫ ഉപ്പാന്റെ അനുജൻ, വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർക്കുള്ള ദുആ ഒക്കെ 100ാമത്തെ ദിവസം നമ്മൾക്കുണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അതിനുവേണ്ടി ഇപ്പോഴെ തന്നെ ഒരുങ്ങണം. മഹാരഥന്മാരുടെ ദുആക്ക് വേണ്ടി ആമീൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയപ്രദമാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ എൻ്റെ കഥയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്.
ഇന്നാലെ ഞങ്ങൾ ഫിർഔന് രാജാവായതും അള്ളാഹു എന്ന് വാദിച്ചതും മുസ്ലിമീങ്ങളായ ബനി ഇസ്രായേലരെ ബുദ്ധിമുട്ടിച്ചതും അവസാനം ഇമ്രാൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഇന്നാലെ നമ്മുടെ ഫിർഔന് മന്ത്രിയായി നിർത്തിയത് ഒരു മുസ്ലിമിനെ, ആസിയ ബീബിനെ കല്യാണം കഴിച്ചതും, ഇങ്ങനെയുള്ള പല പല കഥകളൊക്കെ ഞാൻ പറയുന്നു. അവസാന ഫിർഔന്റെ കിനാവ് കാണുന്നു. ആ കിനാവിന്റെ താബീർ മുസ്ലിമീങ്ങളിൽ അഥവാ ബനി ഇസ്രായേലരിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിനെ കൊല്ലും എന്നുള്ള കിനാവിന്റെ താബീർ അറിഞ്ഞപ്പോ അതാ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി കൽപ്പന കൊടുത്തു, തന്റെ പടയാളികൾക്ക് അഥവാ മിലിറ്ററിക്ക് വാട്ടർ കൊടുത്തു. എവിടെ മുസ്ലിമീങ്ങൾക്കുള്ള വീട്ടിലേക്ക് ചൊല്ലണം, ആണ് കുഞ്ഞുങ്ങളെ മൊത്തം കൊല്ലണം. അങ്ങനെ ഒരു കൊല്ലത്തില് 70,000 കിടാക്കളെയും കുഞ്ഞു മക്കളെയും ആണ് പിള്ളേരെയും 12,000 പെണ്ണുങ്ങളെയും ഫിർഔന്റെ ആൾക്കാർ കൊന്നു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അപ്പോഴാണ് കാര്യമുറ്റവന ഇത് വീതം തെറ്റ് കൊണ്ടവനാ സാദിന് വേണ്ട ദണ്ഡവന് വിണ്ട് സനദിന് ഉങ്ങള് നിപ്പ് ഇപ്പടിയാൽ കേട്ട് ഒപ്പ് അപ്പരമീ നേരമിൽ മിത്ത് കേബത്തെ ഇസ്മ വിണ്ടവനാ നേതാരിൽ കാര്യമുറ്റവനാ ഇത് വീതം തെറ്റ് കണ്ടവനാ കാലം സഹദിൽ വേണ്ടാതെണ്ടവൻ വിണ്ട് ക്ഷണതില് ഉങ്ങളിപ്പ് പടിയിൽ കേട്ട് ഒപ്പരമിൽ ഓതി നേരമിൽ മിത്ത് ഹിബത്തെ ഇസ്മ വിട്ടവനാ നേതാരിൽ കാര്യമുറ്റവനാ ഇത് വീതം തെറ്റ് കൊണ്ടവനാ കാലാസഹദിൽ വേണ്ടാതെണ്ടവൻ വിണ്ട് ക്ഷണതില് ഉങ്ങളിപ്പ് ഇപ്പടിയിൽ കേട്ട് ഒപ്പരമിൽ കൊണ്ടേയൗമതിൽ വിണ്ടാർ ഹാറൂന് ഇമ്പി പോമതിയെ ചെമ്പാവൊപ്പ ആനിധിയെ മതാ പിറந்து പിറയാനേ രാജന്നൗമതരിത്ത് ലൈലാദ് കത്തീനാരാതിലേ ബൈത്ത് മുഖദ്ദസ് തനമിലേ എത്തി ചുറ്റി കതിരത്താലേ നേരം ഞെട്ടി ഉണർന്നതിലേ ഓതേ നേരമിൽ മിത്ത് കേബത്തെ ഇസ്മ വിണ്ടവനാ നേതാരിൽ കാര്യമുറ്റവനാ ഇരുവിധം തെറ്റ് കൊണ്ടവനാ കാലാസഹദിൽ വേണ്ടാതെണ്ടവൻ വിണ്ട് ക്ഷണതില് ഉങ്ങളിപ്പാകിപ്പടിയിൽ കേട്ട് ഒപ്പാകിപ്പരമിൽ. അങ്ങനെ ഫിർഔന്റെ ആൾക്കാർ ഒരു കൊല്ലം കൊണ്ട് 70,000 ആണ് കിടാക്കളെയും 12,000 പെണ്ണുങ്ങളെ കൊന്നപ്പോ സുബ്ഹാനല്ലാഹ്. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കൾ, എന്തായിരിക്കും അവർക്കുള്ള അവസ്ഥ? ദുഃഖമാണ്, വല്ലാത്ത ബേജാറാണ്. ആ സമയത്തിലാണ് ഖിബ്തി എന്ന് പറയുന്ന ഒരുത്തൻ, ഇതേ ഫിർഔന്റെ ആളിൽ പെട്ട ആളാണ്, പക്ഷേ നല്ല ഒരു തലവുള്ള ഒരുത്തനാ. ഒരു ഖിബ്തികളിൽ അഥവാ ഫിർഔന്റെ ആൾക്കാരിൽ നാട്ടു നേതാവായ ഒരുത്തന് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, അല്ലാഹുവേ, ഇത് പണി മോശമായി കേട്ടോ. ചെറിയ മക്കളെ കൊല്ല, ഇങ്ങനെ മുസ്ലിമുകളെ ദ്രോഹിച്ചാൽ ബുദ്ധിമുട്ടാവും. പിന്നെ അവർ വന്നിച്ചിട്ട് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുമെന്നല്ലേ? ഇനിയിപ്പോ അവസാനം ഞങ്ങൾ ഇങ്ങനെ കൊല്ലുമ്പോ പിന്നെ അവർക്ക് മരിക്കാൻ പേടിയില്ലതാവും. പലതൊക്കെ അവർ ചെയ്യൂലേ? ആയതുകൊണ്ട് ഇത് പണി ശരിയല്ല. ഇത് കേട്ടപ്പോ ലഅനത്താക്കപ്പെട്ട ഫിറോൻ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, എങ്കിലാവട്ടെ, ഒരു കൊല്ലത്തേക്ക് ഞാൻ ഇത് നിർത്തുന്നു. ഫിർഔൻ അപ്പോൾ തന്നെ ഓർഡർ കൊടുത്ത്, ഇനി ഒരു കൊല്ലമില്ല.
ഇപ്പൊ സാധാരണ നമുക്ക് വരുന്ന തീരുമാനമാണ്. ഇന്ന് ഭയങ്കര തീരുമാനമുണ്ട്, നാളെ തൽക്കാലം ഒരാഴ്ചക്കില്ല, ഇങ്ങനെയുള്ള ഇതെല്ലാം ഫിർഔന്റെ പണ്ടത്തെ തീരുമാനമാണ് ഇപ്പൊ ഖിയാമത്ത് നാളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പത്തെ എല്ലാ തീരുമാനം അങ്ങനെ. ഇന്നൊരു തീരുമാനം നമ്മളെല്ലാം പേടിച്ചിട്ട് പറക്കും, പെട്ടെന്ന് 9 മണിന്റെ വാർത്തയിൽ വരും, അത് നാളാക്കില്ല. നമുക്ക് ഭയങ്കര കോസി, നാളാക്കില്ല അല്ലേ എന്ന്. നമുക്ക് നാൾ ജയിച്ചങ്ങ് മതിയാവോ? എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ മനസ്സിലായിക്കോ, ഫിർഔൻ കൽപ്പിച്ചു 1 കൊല്ലത്തിലേക്കില്ല. അങ്ങനെ 1 കൊല്ലം അവർ ആ പണി നിർത്തി മിലിറ്ററികൾ. ആ സമയത്തിലാണ് ബഹുമാനപ്പെട്ട ഹാറൂൻ നബി ജനിക്കുന്നത്. ബനി ഇസ്രായേലിലെ ഹാറൂൻ എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നത്. പിന്നീട് നബിയാകുന്നു. ഇൻഷാ അല്ലാഹ് മൂസാ നബിയോടുകൂടെ ഹാറൂൻ നബിയും കൊട്ടാരത്തിലേക്ക് പോകും. ഹാറൂൻ നബി ഫിർഔന്റെ മന്ത്രിയൊക്കെ ആകാനുണ്ട്. ഏതാകട്ടെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഹാറൂൻ നബി ജനിച്ചു. ഇതെല്ലാം അള്ളാഹുവിന്റെ ഹിക്മത്താണ്. ഹാറൂൻ നബി ജനിക്കണമെങ്കിൽ ഇവൻ 1 കൊല്ലത്തിലേക്ക് പണി നിർത്തണം. ജനിച്ച് ഏതാകട്ടെ അള്ളാഹുവിന്റെ തീരുമാനമാകുന്നു, ഏതായാലും ബനി ഇസ്രായേലരെ മോചിപ്പിക്കണം. ആ സമയത്തിലാണ് യോഹാനിന്നടുത്തന്ന് ചാരത്തിറങ്ങി ചെന്ന് സ്നേഹത്തിന് വാക്ക് മുളിഞ്ഞ് പാറിപ്പോന്ന് ജിബ്രീലിറങ്ങി ചൊന്ന് ഇമ്രാൻ എന്നോരെ അടുത്തിത് അണഞ്ഞിടുന്നേ. യോഹാനിന്നടുത്തന്ന് ചാരത്തിറങ്ങി ചെന്ന് സ്നേഹത്തിൻ വാക്ക് മുളിഞ്ഞ് പാറി വന്ന് ജിബ്രീലിറങ്ങി ചെന്ന് ഇമ്രാൻ എന്നോരെ അടുത്തത് അളഞ്ഞിടുന്നേ. യോഹാനെ അടുത്തന്ന് ചാരത്തിറങ്ങി ചെന്ന് സ്നേഹത്തിൻ വാക്ക് മുളിഞ്ഞ് പാറി വന്ന് ജിബ്രീലിറങ്ങി ചെന്ന് ഇമ്രാൻ എന്നോരെ അടുത്തതാണഞ്ഞിടുന്നേ. ഫിർഔന് ശരീരിൽ ഉണ്ട് ഫിർആത്താൽ തഖ്രീത്തിൽ പോണ്ട് യോഗാനും ഇണയത്തോരെ അടുത്ത് കൊണ്ട് അവര് സുഖം കൊള്ളുന്നേ. നേരം ജബറാകിൽ ഹാറൂന് രാജാവായോരേ. ഫിർഔന് ശരീരിലുണ്ട് ഫിർഖത്തായി തഖ്രീത്തിൽ പോണ്ട് യോഗാനും ഇണയത്തോരെ അടുത്ത് കൊണ്ട് അവര് സുഖം കൊള്ളുന്നേ. നേരം ജബറാകിൽ യോഹാനെ രാജാവായി വന്നേ. യോഹാനെ അടുത്തന്നെ ചാരത്തിറങ്ങി ചെന്ന് സ്നേഹത്തിൻ വാക്ക് പൊളിഞ്ഞ് പാറി വന്ന് ജിബ്രീലിറങ്ങി ചെന്ന് ഇമ്രാൻ എന്നോരെ അടുത്തതാണഞ്ഞിടുന്നേ. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ തീരുമാനമാണ് മൂസാ നബി അലൈഹിസ്സലാം ജനിക്കണം. മൂസാ നബിന്റെ ബാപ്പ ഇമ്രാൻ രാജാവിന്റെ മന്ത്രിയാണ്, കൊട്ടാരത്തിലുണ്ട്. എന്നാലോ അതാ ഹാറൂൻ നബി അലൈഹിസ്സലാം ജനിച്ച സമയത്ത് ഫിർഔനിക്ക് പേടിപ്പിക്കപ്പെടുന്ന പിന്നൊരു കിനാവ് കാണുന്നു. ആ കിനാവ് കണ്ടപ്പോ താബീറുകാർ പറയുന്നത്, നിന്നെ എതിർക്കുന്ന ഒരാൾ ഇന്നാലെ ജനിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്ത കഷ്ടമായല്ലേ. ഓർ എപ്പറപ്പ കാത്തിരുന്നത്. ഞാൻ 1 കൊല്ലം നിർത്തിയിട്ടാകുമ്പോൾ 2ാമത് ഉണ്ടാകാൻ തുടങ്ങി അല്ലേ. എന്നെ കൊല്ലാൻ വേണ്ടി മുസ്ലിമീങ്ങൾ വിടാൻ പാടില്ല. ഫിർഔൻ കൽപ്പന കൊടുത്തേ, ഇതാ ഒരേ പാട്ട്, ഇനി മുസ്ലിമീങ്ങൾ തമ്മിൽ കല്യാണം പാടില്ല. നല്ല ഐഡിയ. പെണ്ണ് വായിക്കാനും തീരാ, ആണ് പെണ്ണ് കെട്ടനും തീരാ, മങ്ങലായ ഉമ്മാമ ഉപ്പാപ്പ മുണ്ടനും തീരാ, പിന്നെ ബാലക്കാർത്തി മുണ്ടാൻ തീരാ. ഭാര്യ ഭർത്താക്കന്മാർ ഒരു വീട്ടിൽ താമസിക്കാൻ പാടില്ല, മുഖം നോക്കാൻ പാടില്ല. ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ താമസിക്കണം. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത തീരുമാനമാണ് ഫിർഔന്റെ ഇറങ്ങി വരുന്നത്. ഇപ്പൊ ഈ തീരുമാനം വന്നിട്ട് 5-8 മാസമായി. ബനി ഇസ്രായേൽ എല്ലാ ദിവസവും പോലീസും മിലിറ്ററി എല്ലാം വരും ഫിർഔന്റേത്. വന്നിട്ട് നോക്കും, ആണുങ്ങളുണ്ടാ? ഇല്ല. ആണുങ്ങൾ ഒരു ഭാഗത്ത്, പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത്. മുഖം നോക്കിക്കൂടാ, ബന്ധപ്പെട്ടുകൂടാ, സംസാരിച്ചുകൂടാ, ഒന്നുമില്ല. ആണും പെണ്ണും ഇല്ലാതെ അവരത് ദുഃഖത്തിരിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇമ്രാൻ എന്ന് പറയുന്നവര് നമ്മുടെ ഫിർഔന്റെ 1ാമത്തെ മന്ത്രിയാണ് എന്നല്ല പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമ്രാൻ 5-6 മാസമായിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പെഞ്ഞായ യൂഹാനെ കാണാതെ. യൂഹാൻ എന്ന് പറയുന്ന ആ ബനി ഇസ്രായേലിലുള്ള ധീര വനിത ഒരു ദിവസം രാത്രി അതാ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്
முறைந்தந்தே விதி வந்து இஸ்ராயேல் ஜனதையில் முகிலேறே தளர்ந்தவர் அதிகேதத்தால் பிரிந்து அனைவாதும் தரும் முன்னே நினைந்து கொண்டார் மனதேரே முஷிப்பாலே மணிமங்க அவரை விட்டு மந்திரியாம் இம்ரானந்தோ ரிரிப்பதாலே நேரம் இறையோண்டே ஜபிராயில் இறங்கி வந்தார் தேவி வந்து இஸ்ராயேல் ஜனதையில் முகிலேறே தளர்ந்தவர் அதிகேதத்தால் பிரிந்து அனுவாதம் தருமென்று நீனது கண்டார் ஒரு விதி வந்து இஸ்ராயேல் ஜனதையில் முகிலேறே தளர்ந்தவர் அதிகேதத்தால் பிரிந்து அனுவாத தருமென்று நீனது கண்டார் മനതേരെ മൂഷിപ്പാലെ മണി മങ്കാവര വിട്ട് മന്ത്രിയാമിമ്പാനെന്തുറങ്ങിരിപ്പതാരെ നേരം ഇറയോന്റെ ജാബറാകിൽ ഇറങ്ങി ബന്ധാർ മുറിതേരെ വിധി വന്ന് ഇസ്രായേൽ ജനതയിൽ മുകിലേറെ തളർന്നവർ അതികേതത്താൽ പിരിந்து അനുവാദം തരുമെന്ന് നീനത് കണ്ടാറ് ഇമ്രാൻ എന്ന് പറയുന്ന യൂഹാന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. ഇമ്രാന്റെ ഭാര്യന്റെ പേര് യൂഹാൻ. മന്ത്രിയാകുന്നു ഫിർഔന്റെ കൊട്ടാരത്തിൽ. വീട്ടിലേക്ക് വരാതെ 6 മാസമായിട്ടുണ്ട്. ഒരു ദിവസം രാത്രിയതാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു ബനി ഇസ്രായേലിലുള്ള യൂഹാൻ എന്ന് പറയുന്ന മഹദിന്റെ വീട്ടിലേക്ക്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാതെ ദുഃഖത്തിലോട് കൂടുന്ന പെണ്ണുങ്ങൾക്കുള്ള കൂട്ടത്തില് യൂഹാൻ എന്ന് പറയുന്ന സുന്ദരിയായ ധീര വനിതയുണ്ട്. ആ പെണ്ണുങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യൂഹാൻ, നിങ്ങൾ ദുഃഖിക്കണ്ട. നിങ്ങളിൽ നിന്ന് ഒരു നബി ഈ ബനി ഇസ്രായേലിലേക്ക് വരുന്നു. ആ നബിയാണ് ഫിർഔനെ തകർക്കുന്നതും നിങ്ങൾക്ക് രക്ഷ നൽകുന്നതും ഈ മിസ്രിനെ മോചിപ്പിക്കുന്നതും. ഈ മിസ്രിനെ റിപ്പബ്ലിക് ആക്കുന്ന നബിയാണ് മൂസ നബി ജനിക്കുന്ന കാലമായി. അത് നിങ്ങൾക്കുള്ള പള്ളയിലാണ് ജനിക്കൽ. ആയതുകൊണ്ട് നിങ്ങൾക്കുള്ള ഭർത്താവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. ഇത് കേട്ടപ്പോ യൂഹാൻ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താ പറയുന്നത്? ഭർത്താവ് എവിടെയാ ഉള്ളത്? നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വന്നതാ എന്ന് പറഞ്ഞ് യൂഹാൻ എന്ന് പറയുന്ന പെണ്ണുങ്ങളെ അതാ ജിബ്രീൽ അലൈഹിസ്സലാം നേരെ താങ്ങിട്ട് ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് രാത്രി. അള്ളാന്റെ കൊട്ടാരല്ലേ, ചുറ്റുഭാഗം കാവലുകാര് കാക്കുന്നു. അള്ളാഹ്ക്കാരങ്ങ് ബുദ്ധിമുട്ടാക്കിട്ടങ്ക അങ്ങനെ ചുറ്റുഭാഗം കൊട്ടാരക്കാരെല്ലാരും കാക്കുന്നു. 7 ഗേട്ട് കഴിഞ്ഞിട്ട് പോകണം ഫിർഔന്റെ സിംഹാസനത്തിലേക്ക്. പക്ഷെ ജിബ്രീൽ എന്ത് കണക്കാ, കാക്കുന്നവർ എന്ത് കണക്ക്? അടച്ചതായ ഗേറ്റ് തന്നെത്താനെ ഓപ്പൻ. ജിബ്രീൽ അലൈഹിസ്സലാം അതാ നേരെ കൊണ്ടുപോയി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് എത്തി. അവിടെ സുന്ദരമാകപ്പെട്ടൊരു മുറിയുണ്ട്. ഒന്നാമത്തെ മന്ത്രിയായ നമ്മുടെ ഇമ്രാൻ ഉറങ്ങുന്ന മുറി. ആ മുറിന്റെ അടുത്ത് പിന്നൊരു മുറിയുണ്ട്. ആ മുറിയിലാണ് ലഅനത്താകപ്പെട്ട ഫിർഔൻ നല്ല കൂർക്ക വലിച്ചിട്ട് ഉറങ്ങാം. ഇത് അങ്ങേയറ്റം. ഇതിനിടയ്ക്ക് ആയിരക്കണക്കുള്ള മിലിറ്ററികളുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ജിബ്രീൽ അലൈഹിസ്സലാം യൂഹാനെ കൊണ്ടുപോകുന്നത് കാണുന്നില്ല. അങ്ങനെ കൊണ്ടുപോയി ഇമ്രാൻ എന്നവരെ വിളിക്കാൻ പറഞ്ഞു യൂഹാനോട്. അങ്ങനെ നല്ല കടന്നുറങ്ങുന്ന ഭർത്താവിനെ യൂഹാൻ മല്ല ഇങ്ങനെ തട്ടി വിളിച്ച് ഇമ്രാൻ ഞെട്ടിവിടുന്നു. ഇതെന്ത്? ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ? ജാവു നമ്മ കടന്ന് നല്ല ഉറക്കില്. ദുബൈയിലുള്ള നമ്മൾ വലിയൊരു ചങ്ങായി ഒരു ചക്കൻ വന്നിട്ട് നമ്മളെ തട്ടിട്ട് ഇങ്ങനെ പിടിച്ച നമ്മ പിടിച്ചിട്ട് മയ്യത്തായി പോകും. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെ ഇപ്പൊ ജാവു ഈ റൂമിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ചിൽക്കിട്ടിട്ട് കടന്നുടക്ക് എത്തിയെന്ന്. അത് വേണ്ട. നിങ്ങൾ രാത്രി റൂമിൽ വാതിലിട്ട് കിടക്കി. ഒരു 12 മണിക്ക് ആ റൂമിന്റെ വാതിലെടുക്കാതെ വന്നിട്ട് എളിക്കാസറേ ഇന്നലെ ഞാൻ ചെല്ലിക്ക് എന്താ അവസ്ഥ എന്താവും? സുബ്ഹാനല്ലാഹ്. ഈ ബീഗെട്ടിനുള്ളിൽ ഇയാൾക്ക് ഇങ്ങനെ പൊക്കി. ഇത് മൊയിലാറല്ല, മൊയിലാറ കോലത്തിൽ വന്ന് ജിന്നി നെറ്റാവൂലേ? എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇമ്രാനോട് യൂഹാൻ പറഞ്ഞു, ജിബ്രീൽ എന്നെ കൊണ്ടുവന്നതാ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ കൊണ്ടുവന്നതാ. നിങ്ങൾ 2 ആൾക്കാർ തമ്മിൽ ബന്ധപ്പെടണം. ഇമ്രാന് വല്ലാത്ത സന്തോഷമായി. പക്ഷെ ഇവിടെയല്ല, ഫിർഔന് കടന്നുറങ്ങുന്ന ആ കട്ടിലിൽ വെച്ചായിരിക്കണം നിങ്ങൾ ബന്ധപ്പെടുന്നത്.
ഫിർഔനെ പോയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം താങ്ങിട്ട് കാട്ടിലടക്ക് വലിച്ചെറിയോ ഗട്ടി കടന്ന് ജിബ്രീൽ റാഹത്തിലെ കാട്ടിലടി ചുരുണ്ടിട്ട് ആ കൈനെ തുടനടക്ക് വെച്ചിട്ട് 6 അടിക്കാൻ വേണ്ടി ബാറ്റും പിടിച്ച് റാഹത്തിലെ കടക്കാം, ഒരു വിക്കറ്റും വെച്ചിട്ട് നല്ല ഉറക്ക. ആ സമയത്തിലാണ് യൂഹാനും ഇമ്രാൻ ഈ 2 ആൾക്കാർ അള്ളാന്റെ തീരുമാനപ്രകാരം ഫിർഔന്റെ നെഞ്ചത്ത് ചവിട്ടി കയറി ആ കട്ടിലിൽ വെച്ചിട്ട് സ്വർണ്ണ കൊണ്ട് മാണിക്ക കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അത്ര ആഡംബരത്തിന്റെ കട്ടിലില്ല, ദുനിയാവിലെ അള്ളാഹ് എന്ന് വാദിക്കുന്നവനല്ലേ, അങ്ങനെയുള്ള കട്ടിലിൽ കയറിട്ട് അവർ 2 ആൾക്കാർ ജിമാഅ ചെയ്യുകയാണ്. അന്ന് മുതൽ അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകനെ അതാ യൂഹാൻ എന്ന് പറയുന്ന ആ ഉമ്മയുടെ പെങ്ങളുടെ ആ പള്ളയിൽ നിശ്ചയിപ്പിക്കുന്നു. എന്നിട്ട് യൂഹാനെ കൊണ്ടുവന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വിടുന്നു. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, രാത്രി സമയത്ത് ഫിറഔനിക്ക് ഒരു കിനാവ്, ഞെട്ടി ഉണർന്ന ഫിറഔനെ എടുക്കുമ്പോ കട്ടിലിന്റെ അടിയിലുണ്ട്. എന്നെ മനസ്സിലായി, ഇത് വല്ലാത്ത അവസ്ഥയല്ലേ. എങ്ങനെ ഓനറിയും ഉറപ്പ് ഞാൻ അല്ലാന്ന്, എല്ലാവരിലും അല്ലാന്ന് ഓൻ പറയുന്നെങ്കിൽ ഓനറിയല്ലേ, ഉറപ്പറിയില്ല. ഓനെ ചിരിച്ചോണ്ടോ അണക്കെന്ത് പിരാ, ആരില്ലാത്തോടെ ഇരുന്ന് ഓൻ ചിരിക്കുകയാണ്. അണക്കെന്ത് പിരാന്ത്, അണക്കെന്ത് പിരാന്ത്, അണക്കല്ല പിരാന്ത്, പിന്നെ എന്നെ അല്ലാന്ന് പറയുന്നവർക്ക് പിരാന്ത്. ഒരു ദിവസം റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ബാദൽ മുട്ടി. ഓൻ ചോദിച്ച ആര്? ഞാൻ ചെല്ലങ്കാരി. ഇത്രയും പരിപാലിക്കുന്ന അള്ളാക്ക് ഈ ബാദലിന്റെ അപ്പുറത്തുള്ള എന്നെ കാണുന്നില്ലേ കേട്ട്. അപ്പൊ വല്ല ഒരു ബാദൽ എടുക്കാം. ഉപ്പാപ്പ നമ്മളെ ഇബ്ലീസ്, നിങ്ങളെ ഉപ്പാപ്പ അല്ലല്ല, ഇതൊരു യേസികന്റെ വിഷയല്ലേ. ഞാനിപ്പുറത്ത് ബാദൽ മുട്ടുമ്പോ നിങ്ങൾ ആരും കേൾക്കാൻ പാടുണ്ടോ? അള്ളാഹ്ക്കെല്ലാം കാണണ്ടേ? അപ്പൊ ചെന്ന് ആരിലും ചെല്ലണ്ട, അള്ള വേറെ ഉണ്ട്. ഇത് എന്റെ ഒരു വാദം മാത്രം, ഇത് എന്റെ ഒരു വാദം മാത്രമാണ്. ഫിറഔനിക്കറിയാം, ഫിറഔന് ഭയങ്കരമാകപ്പെട്ട ഒരു ബിൽഡിംഗ് കെട്ടിച്ചു. ചരിത്രത്തിൽ പലതും കാണുന്നു. ഭയങ്കരത്തിന്റെ ബിൽഡിംഗ്, അതിന്റെ നിതല് മശരിക്കിൽ നിന്ന് മഗരി പോരെന്ന് പറഞ്ഞവരുണ്ട്. അതിന് 1000 സ്റ്റെപ്പ് ഉണ്ട്, 1000 ഏണി. ഇപ്പൊ ഞമ്മ സാധാരണ ഒരു സ്റ്റെപ്പിന് 12-14 സ്റ്റെപ്പ് ഇങ്ങനെ വെക്കും. 1000 ഏണികൾ കയറി പോകുന്ന വലിയ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നു ഫിർഔൻ. കാരണം എന്താണെന്നറിയോ? ഞാൻ അല്ലാഹുവാണ്, എന്നെക്കാൾ വലിയ കൊട്ടാരം ആർക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ പണിയെടുക്കുന്നവനാണ് ഫിറഔന്. പക്ഷേ അവന്റെ മനസ്സിലുണ്ട് അല്ലാഹ് ഒരുത്തനുണ്ട് എന്ന് ഉറപ്പ് തന്നെ അവന്റെ മനസ്സിലുണ്ട്. ഒരു അഹങ്കാരം മാത്രമാണ്. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു വല്ലാത്ത കിനാവ് കണ്ട് പിറ്റേന്ന് രാവിലെ കണക്കുകാരെ വിളിച്ച്, കണക്കുകാർ പറഞ്ഞു ഓന്റെ കിനാവിൽ ഇപ്പൊ ഞമ്മക്ക് ഉറക്കില്ലാതായല്ലോ. അവർ പറഞ്ഞു അല്ലാഹുവേ, ഇന്നാല രാത്രി നിങ്ങളെ കൊല്ലുന്ന കിടാവിനെ ഗർഭം ധരിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ഫിറഔൻ ഞെട്ടി, ആണ് പെണ്ണിലും ഉണ്ടാൻ പാടില്ല, പെണ്ണാണിലും ഉണ്ടാൻ പാടില്ല. ഇത്ര പോലീസിനെ ഞാൻ വെച്ചിട്ട്, ഇത്ര മിലിറ്ററിനെ വെച്ചിട്ട് അത് ആരുടെ ഈ പണിയെടുത്തത്? സുബ്ഹാനല്ലാഹ്, ബനി ഇസ്രായേലല്ലേ, എന്തിന് വേണം നമ്പിറ മക്കളെ, ഇതിന് നമ്പാൻ പാടില്ല. ഫിറഔന് പറയാ, ഇതിന് നമ്പാൻ പാടില്ല. ഇന്നലെ രാത്രി എന്റെ കൊല്ലുന്ന കിടാവ് ജനിച്ചിട്ടായോ? വിടാൻ പാടില്ല. ഫിറഔന് വല്ലാത്ത ചൂടായി. ഫിറഔന് പറഞ്ഞപ്പോ നോക്ക്, അന്ന് മുതൽ എല്ലാരും നടക്കാൻ തുടങ്ങി. ഗർഭിണികളെ കണ്ടും കൊല്ലു. നേടുന്ന ഗർഭിണി ഒരു ഗർഭിണിയില്ല, അങ്ങനെ നടക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട യൂഹാൻ എന്ന് പറയുന്ന പെണ്ണുങ്ങളതാ മാസം തികഞ്ഞ് 9 മാസാകുന്നു. ഉമ്മാക്ക് വല്ലാത്ത പേടി. പക്ഷേ വേറാണെങ്കിലും എല്ലാ പെണ്ണുങ്ങളെ പോലെ വലിയ വയറില്ല, വലിയ പള്ളയില്ല, റെസ്റ്റില്ല, അനങ്ങാതെ കടക്കലില്ല, റെസ്റ്റില്ല, ഇഞ്ചക്ഷൻ ഇല്ല, നീങ്കവണു, എല്ലാ പണിയെടുക്കണം. മിലിറ്ററികൾ വരുമ്പോ പേടി. വെള്ളന്റെ ഉള്ളിൽ നിന്ന് ചില സംസാരം കേൾക്കും. ഉമ്മ പേടിക്കണ്ട, ഞാൻ മൂസ നബിയാണ്, എന്നായിരിക്കും കാണല, ഉമ്മ പള്ളല് വെച്ചാൽ മതി, ഉമ്മാക്ക് നല്ല ധൈര്യം. ഇങ്ങനെ സമയങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അതാ കതിറോന്റെ അമൃതെളിഞ്ഞ് കലിമുള്ളാവിന് ജനന മുറച്ച് കനിയും ദാതാറുള്ളർ വേവി കഥാവിള്ളുന്നേ. കതിരോന്റെ അമൃതെളിഞ്ഞ് കലിമുള്ളാവിൻ ജനമുറഞ്ഞ് കനിയും ദാതാറുൾ വേവി കഥാവിള്ളുന്നേ. കതിരോന്റെ അമൃതെളിഞ്ഞ് കലിമുള്ളാവിൻ ജനം പിറഞ്ഞ് കനിയും ദാതാറുൾ ബേബി കഥാവില്ലുന്നേ. തിസ്അത്തും ശറത്തിങ്കൽ തുമ്പരീനിൽ തവക്കുൽ പൂണ്ട് തൗറാത്താൽ നബി തരംഗം ജനിച്ചിടുന്നേ. കതിരോന്റെ അമൃതെളിഞ്ഞ് കലിമുള്ളാവിൻ ജനമുറഞ്ഞ് കനിയും ദാതാറുൾ ബേബി കഥാവില്ലുന്നേ.
ഷഹർ തിങ്കൾ തമ്പുരാനിൽ തകവൽ പൂണ്ട് തൗറാത്താൽ നബി തങ്ക ജനിച്ചിടുന്നേ. അങ്ങനെ 9 മാസം തികഞ്ഞ് ഒരു ദിവസം രാത്രിയതാ യൂഹാൻ എന്ന് പറയുന്ന പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന വരുന്നു. അമ്പിയാക്കന്മാരെ പ്രസവിക്കുമ്പോൾ ഉമ്മമാർക്ക് അങ്ങനെയുള്ള വേദന ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കള്, അതാ സ്വർഗ ലോകത്തിൽ നിന്ന് ഹൂറുൽ ഐനുകൾ ഇറങ്ങി വരുന്നു. എന്നിട്ട് അവര് പൊരയിൽ വെച്ചിട്ട് യൂഹാൻ എന്ന് പറയുന്ന പെണ്ണുങ്ങൾ പ്രസവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്ത് സുന്ദരനായ കുഞ്ഞിയ. പൊക്കുള്ള ആ മള്ളിയെല്ലാം കഷ്ടമാക്കിയിട്ടുണ്ട്, കണ്ണിലേക്ക് സുർമ ഇട്ടിട്ടുണ്ട്, ഇതുവരെയുള്ള മുടി ഇതുവരെ ഇട്ടിട്ട് നല്ല കുളിപ്പിച്ചിട്ട് ഒരു കിടാവുമ്മാനെ നോക്കിയിട്ട് നല്ല നീലി കണ്ണോടുകൂടെ ഇങ്ങനെ ചിരിക്ക. എന്ത് കൊസിയായിരിക്കും ഉമ്മാക്ക്. ഉമ്മ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം എന്താ റബ്ബേ, ഇത്രയുള്ള ഒരു സുന്ദരനായ ഒരു കുഞ്ഞിനെ എനിക്ക് നീ തന്നല്ലോ. ആണ് കുഞ്ഞിയാണ്. 4 ഭാഗവും ഫിർഔന്റെ പടയാളികളാണ്. കണ്ടുപോയാൽ എന്റെ കുഞ്ഞിനെ കൊന്നു കളയുമല്ലോ തമ്പുരാനെ എന്നുള്ള പേടിയാണ് ഉമ്മാക്ക്. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കള്, ഉമ്മ കുഞ്ഞിക്ക് മല കൊടുക്കുന്നു. പടച്ചോനെ, എന്റെ കുഞ്ഞ് കരഞ്ഞിരണ്ട എല്ലാ കിടാക്കളെ പോലെ ഒരു മൂലയിൽ കിടത്തുന്നു. എല്ലാ ദിവസവും മയിരയും മീരയും കുതിരയുടെ ശബ്ദമാണ്. ആൾക്കാരെ മിലിറ്ററികൾ ഇങ്ങനെ കറങ്ങി പോകുന്നത്. ഫിറൗന് പറയുന്നില്ല, എനിക്ക് കിനാവ് കണ്ടിട്ട് 1 കൊല്ലമാവാനായി. അന്ന് രാത്രിയാണ് കുഞ്ഞു ഉമ്മാന്റെ പള്ളയിലായത്. ഇപ്പൊ ജനിച്ചിട്ടുണ്ടാവും, ശരിക്കും നോക്കണമെന്ന്. ഓൻ ഇതേ പണി. അങ്ങനെ മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, ഉമ്മ ഒളിപ്പിക്കുന്നു. ഉമ്മ എങ്ങോട്ടേ കുഞ്ഞിനെ ഒളിപ്പിക്കല്? അടുപ്പിന്റെ ഉള്ളിൽ. നിങ്ങൾ ചിരിച്ചിട്ടുണ്ട? നമ്മളെ അടുപ്പ് പോലത്തെ അടുപ്പല്ല ഒരു, നമ്മളെ ഗ്ലാസ് ഇത്രക്കുള്ളതല്ലേ അല്ലേ? ഇത്രക്കുള്ള ഗ്ലാസ്, അതിൽ സ്ട്രോങ് 1/2 ഗ്ലാസ് ചായ കുടിച്ചെങ്കിൽ നമുക്ക് പിന്നെ എണിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ ഞമ്മ ഇത്രേ കപ്പാസിറ്റി നമുക്കുള്ള. ഭയങ്കര ദാഹിക്കുമ്പോൾ ഞമ്മ കുടിക്കുന്ന ഇത്ര 25 ഗ്രാം 25 മില്ലിഗ്രാം തണ്ണിയല്ലേ ഞമ്മ കുടിക്കുന്നത്. ഞമ്മ കുടിക്കുന്ന 10 രൂപന്റെ സോഡ എത്ര ഉണ്ട്? ഇത്ര ഉണ്ട്. ഓരോ ഗ്ലാസ് എല്ലാം അങ്ങനത്തെ ആയിരിക്കും. അറിയോ? സുബ്ഹാനല്ലാഹ്, ഓരോ ഗ്ലാസ് നമ്മളെ മണ്ട പോലെ ഇരിക്കും. അങ്ങനത്തെ മനസ്സ് 400 500 600 ജയിക്കുന്നവർ അങ്ങനല്ലേ, നമ്മളെ പോലെ അല്ലല്ലോ. അപ്പൊ ഓരോ അടുപ്പെന്ന് പറഞ്ഞെങ്കിൽ ഈ 3 കല്ലിട്ട് നമ്മള് ചെറിയ അടുപ്പല്ല, അത് പല അടുപ്പായിരിക്കും. നമ്മള് അടുപ്പല്ല. ഇപ്പത്തെ തന്തൂരി ചൂടുന്നത് അവിടെ കാണും. നമ്മൾ സാധാരണ പോയെങ്കിൽ ഹോട്ടലെല്ലാം കാണും തന്തൂരിന്റെ അടുപ്പ് അല്ലേ. നരകക്കുണ്ട് പോലുണ്ട്. അടുപ്പിന്റെ ആകൃതിയിലുള്ള ഒരു നരകത്തിനെ കണ്ടു എന്ന് നരകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു അടുപ്പിന്റെ ആകൃതിയിലുള്ള ഒരു നരകത്തിനെ കാണാം ഏത് ഹോട്ടലിലേക്ക് പോയാൽ. നമ്മോട് തന്തൂരി ചോദിച്ചാൽ അതിൽ പറ്റിക്കുന്നു, എടുത്തു തരുന്നു. നമ്മൾ ടിക്ക ചോദിച്ചാൽ ആദ്യം തന്നെ വേയിച്ചിട്ട് ഒരു കുത്തിയിട്ട് വെച്ചിട്ടിരിക്കുന്നത്. നമ്മളോട് പറയുന്ന മാത്രം വേയിച്ചിട്ടില്ല, പിന്നെ ഇനി വെക്കുന്നു, ചൂടാക്കുന്നു, നമുക്ക് തരുന്നു എന്നതുപോലെ. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള അടുപ്പായിരിക്കാം. ആ അടുപ്പിന്റെ ഉള്ളിൽ ഉമ്മ കിടത്തും. എന്നിട്ട് മീതൊരു പാത്രം വെച്ചിട്ട് പോകും. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് കിടാവിനെ തേടുമ്പോൾ അടുപ്പിൽ തേടുവാ. ചെല്ലലുണ്ട് പെണ്ണുങ്ങരസത്തിൽ. ഉമ്മ ചായ ഉണ്ടോ? അതവിടെ ഉണ്ട്. ഉമ്മ ചായ ഉണ്ടോ? അടുപ്പിന് തിട്ടലുണ്ടോ? എന്നാ അടുപ്പിന് തിട്ട ചായ ഇല്ല, അവിടെ അടുപ്പിന് തിട്ടയില്ല, സ്റ്റൗ മാത്രമുള്ള ചെല്ലില്ല മാത്രം. അതൊരു ചൊടില് പറയലാണ്. എന്നാൽ ഈ അടുപ്പിന്റെ ഉള്ളിലാണ് ഉമ്മ കിടാവിനെ കിടത്തല്. എന്നാലോ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കള്, ഒരു ദിവസം അതാ ഉമ്മ അടുപ്പിന്റെ ഉള്ളിൽ കിടാവിനെ കിടത്തിട്ട് ഉമ്മ പുറത്ത് പോയപ്പോ അപ്പുറത്തെ പെണ്ണുങ്ങളെ പൊപ്പരന്റെ പെണ്ണുങ്ങളെ വന്നിട്ട് അടുപ്പിൽ തീയാക്കിട്ട് 10 ചുട്ട്. അവർക്ക് എല്ലാവർക്കും ഒരു അടുപ്പായിരിക്കാം. അതിലെ 10 ചുടുമ്പോഴാണ് ഫിർഔന്റെ പോലീസുമാർ, ഏയ് പെണ്ണേ എന്താ അല്ല, കൂടെ ഒരു കിടാവുണ്ട്, ഒരു കേക്കരേ നാണക്കെടാണ്. ഒരു ഇങ്ങനെ കേൾക്കുന്നത് എപ്പോൾ വന്നിട്ട് കൂടെ ഒരു കുഞ്ഞുണ്ട്. ലോക്ക കുഞ്ഞ, നിനക്ക് എന്ത് പിരാന്ത്? നടാത്ത മരത്തിരി കായോ ചങ്ങായി? ഇത് യൂഹാന്റെ പൊരല്ലേ? അണുക്കാനങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ല. യൂഹാന്റെ ഭർത്താവ് നിങ്ങൾക്കുള്ള മന്ത്രിയല്ലേ? നിങ്ങൾക്ക് ഇത് എന്ത് പിരാന്ത? അവർ അതാ തിരിച്ചു പോകുമ്പോഴാണ് മൂസ നബിന്റെ ഉമ്മ ഓടി വന്നിട്ട്, അല്ല പെണ്ണെ നീ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ആ അടുപ്പ് തീയെല്ലാം വലിച്ചെറിഞ്ഞു നോക്കുമ്പോ കിടാവ് കടന്നിട്ടുണ്ട്. രാത്രി ഒരു മിസ്റ്റേക്കില്ല. ഒന്നും പേടിക്കണം. എന്നങ്ങനെ അടുപ്പിലിട്ടിട്ട് കൊല്ലനാ, 10 ചുട്ടിട്ട് കൊല്ലനാ, ആരെ കുത്തിര? അണുക്ക് കുറെ ആളെ കൊല്ലാനുണ്ട്. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ 40 ദിവസമായപ്പോഴേക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പെണ്ണുങ്ങളെ, യൂഹാൻ നിങ്ങൾക്ക് രാത്രി പകലും ഉറക്കില്ല. നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഭാരമേൽപ്പിക്കണം. ഒരു ഉമ്മാക്ക് പണി ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഞാൻ പറയുന്നത്, അള്ളാന്റെ കൽപ്പന. നിങ്ങൾ നല്ല ഒരു പെട്ടിയാക്കണോ. ആ പെട്ടിയിൽ കുഞ്ഞിനെ കിടത്തിട്ട് ബീഗ ഇട്ടിട്ട് നൈൽ നദിയിലേക്ക് വലിച്ചെറിയണോ. ജിബ്രീലിനോട് ചോദിച്ചു, നിങ്ങൾക്കുള്ള കുഞ്ഞ് നിങ്ങൾക്ക് വേണ്ടേ? ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ സമയത്തിലാണ് സുന്ദര പൂങ്കുഞ്ഞിനെ യാത്രയാക്കാൻ നേരമായി സുന്ദര പൊന്നു പേടക
പണിയനായി വിള്ളലായി കുഞ്ഞിമോനെയെടുത്തവർ ആശയോടെ മൂത്തലായി കൽപൊരുകും ദുഃഖമാൽ നൈലിൻ കരയിൽ ചെല്ലലായി സുന്ദര പോക്കുഞ്ഞിനെ യാത്രയാക്കും നേരമായി സുന്ദര പുൽപേടക പണിയാനായി വില്ലലായി കുഞ്ഞുമോനെയെടുത്തവർ ആശയോടെ മൂത്തലായി കൽബുരുകും ദുഃഖമാൽ നെയ്ലിൻ കരയിൽ ചൊല്ലലായി സുന്ദര പൂക്കുഞ്ഞിനെ യാത്രയാക്കാൻ നേരമേ സുന്ദര പൂപേടക പോനിയാലി വിള്ളലായി കുഞ്ഞുമോനെയെടുത്തവർ ആശയോടെ മൂത്തലായി കൽപുരുകും ദുഃഖമാൽ നെയ്ലിൻ കരകിൽ ചെല്ലലായി. യൂഹാൻ എന്ന് പറയുന്ന പെണ്ണുങ്ങളത് നേരെ പോകുന്നത് ഒരു നജ്ജാറിന്റെ പുറയിലേക്കാണ്. നജ്ജാർ എന്ന് പറഞ്ഞാൽ ആശാരിയാണ്. ഒരു ആശാരി, ബനി ഇസ്രായേൽപ്പെട്ട ആശാരി തന്നെ. അയാൾ പോയിട്ട് പറഞ്ഞു, കാക്ക ആൾക്കൊരു പെട്ടി വേണോ? മന്ത്രിന്റെ ശമ്പളം വിറ്റ് വന്ന അങ്ങനെയുള്ള പെട്ടിയല്ല, പെട്ടിന്റെ ഉള്ളിൽ തണ്ണി പോന്തീരാ. നല്ല കട്ടിന്റെ പെട്ടിയാവണം. അതെന്നില്ല, പിന്നെ ഇത്ര നീളം വേണം, ഇത്ര അകലം വേണം, നല്ല പെട്ടിയായിരിക്കണം. എന്ന് പറഞ്ഞ് നല്ല ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ആശാരി കൊണ്ടുവന്ന് ചോദിച്ചു, അല്ല പെണ്ണുങ്ങളെ, എനിക്ക് നിങ്ങൾ ശമ്പളം ഒന്നും തരണ്ട, ഈ പെട്ടി എന്തിനാ? അപ്പോൾ പറഞ്ഞു, നമ്മളെ കുഞ്ഞിനെ കടത്താനാ. ഇയാൾ ബനി ഇസ്രായേലാണ്. ഈ കുഞ്ഞിനെ കണ്ടിട്ട് ആൾ ഭയങ്കര അതിശയായി പോയി. എന്നിട്ടൊരു മുത്തം കൊടുത്ത് യൂഹാന് പറഞ്ഞ, ആരോട് പറയണ്ട, ഞാൻ ആരെങ്കിലും പറയൂ, ഞാൻ ആരോട് പറയാല. അങ്ങനെ പെട്ടിയിൽ കിടത്തുന്നു. ഈ ആചാര്യക്കൊരു മനസ്സിച്ചേ, പിന്നെ തൗബയല്ലാന്ന് റമദാൻ മാസം വന്നെങ്കിൽ ഇപ്പൊ ഒരു തെറ്റാക്ക മോശമില്ല, ഇത് സുന്നത്തല്ലേ, ഇപ്പൊ ഒരു ദോസാക്ക, റമദാൻ തൗബയല്ല. ഏതായെങ്കിലും ഇതിന് പോയിട്ട് ഇപ്പൊ ഞാൻ ഫിറോഹിനോട് പറയാറുണ്ട്, ഡയറക്റ്റ് പറയണം. ഇതുവരെയും ഫിറോൻ എന്ന് പറയുന്ന മഹാരാജാവിന്റെ മുന്നിലേക്ക് പോകാൻ ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഡയറക്റ്റ് ഞാൻ പോയിട്ട് ഞാൻ പറയും, എനിക്ക് പണത്തിന്റെ കെട്ട് കിട്ടും. ഈ ഈമാനില്ലാത്ത ബനി ഇസ്രായേൽ ഇവന് നടന്നു രാത്രി സമയത്ത് ഒന്നാമത്തെ കെട്ടിനടുത്ത് എത്തി. എന്താ എനിക്ക് രാജാവിനെ കാണണോ? കാര്യം പറ. അങ്ങനെ പറയാൻ പറ്റല. പറയടാ, രാജാവിനെ കാണാൻ പറ്റാല, പറ നീ. അല്ല, കുഞ്ഞ് ജനിച്ച വിഷയം പെട്ടെന്ന് വിട്ട് രണ്ടാമത്തെ കേട്ടില്ല, സ്പീഡായിട്ട് വിട്ടു രാജാവിന്റെ അടുത്തേക്ക് എത്തി. രാജാവ് ഭയങ്കര ആമാന്യം വെച്ചിട്ട് ഭയങ്കര തിരക്കിലാണ്. രാജാവേ, അല്ലാഹുവേ, ഗുഡ് മോർണിംഗ്, ഒരു സുജൂദ്. ഗുഡ് മോർണിംഗ് ജാവ് എങ്ങനെയല്ല, ഗുഡ് നൈറ്റ്. അതാണ് ജാവ് ഇടുന്ന സാമാനത്തിന്റെ പേര് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ എന്ത് വിഷയ കൊഞ്ഞനാട്ടുന്ന ഹംക്കെ ഓൻ ആരുടെ ഉള്ള കളിക്ക് കുരുത്തം കെട്ടോനെ ഈ മൂസുണ്ടാക്കി 4 കൊടുക്കാൻ മതി, ബൽറ്റ് വർത്ത ഞാൻ വർത്ത കിട്ട്. ഇത് നിന്റെ അവസ്ഥ. യൂഹാന് പെറ്റിട്ടുണ്ട്, ആണിക്കിടാവിന് പെട്ടി. കറക്റ്റ് ചെയ്യുന്നല്ലോ പയ്യക്ക് പോയി. അല്ല, നിന്റെ തരികിട ബുദ്ധി കാണിച്ച് നടക്കെടുത്തു നേർന്നായിട്ടൊക്കെ. ഇതാ യൂഹാന് പെറ്റിട്ടുണ്ട്, ഒരു ആണിക്കിടാവുണ്ട്. അതാര് ഞാൻ ചില ഉള്ളിൽ അങ്ങനെ പോയി രണ്ടാമതെത്തി. ഫിറോന് ഒരു കാര്യം പറയാൻ ഇയാൾ പറ. ഈ ടെൻഷന്റെ ടൈമിൽ ഈ നാറ ഉള്ള കളക്ക രണ്ടാമത് കൊടുത്ത്. അങ്ങനെ 10-15 കുറി വേണ്ടി എത്ര കിട്ടി. പിന്നെ ഈ ചങ്ങായി 4ാമത്തെ കുറി ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഭൂമി പറയാ ഇങ്ങനെ പോന്നി കാള് വരുന്നില്ല. നോക്കുമ്പോ കാലടിക്ക് പോയിക്കൊണ്ട് ഇതെന്താ അവസ്ഥ, എനിക്കാനാവുന്നില്ല. അപ്പൊ ഭൂമി പറയുന്ന, ഹംക്കെ അള്ളാന്റെ കലീമായ മൂസ നബി അലൈഹിസ്സലാമിന് പെട്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് നീ ഫിത്തിനാക്കാൻ പോന്ന, നിന്നെ വിടല മോനെ, ഇപ്പം ഇതുങ്ങുവാന്ന് കൂടുതോളത്തിന് പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കുന്ന പോലെ. പിന്നെ പാതി മാത്രം ബാക്കിയുണ്ട്. ദമ്മ ഞാൻ ആരോടും പറയല. ഓൻ പൊരക്ക് വരുന്നു. രണ്ടാമരം നടന്ന് നേരെ എവിടെ എത്തുന്നു. എത്തിട്ട് പറഞ്ഞു, യൂഹാനെ എനിക്കൊരുക്കാ കുഞ്ഞിനെ തറന്നു. കുഞ്ഞിനെ കൊടുത്ത് വിശന്തു പറഞ്ഞല്ലോ, കുഞ്ഞിനെ റാഹത്തിലൊന്ന് ചുംബിച്ചിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളെ ഞാൻ നബി വിശ്വസിച്ചു. അങ്ങനെ കുഞ്ഞിനെ കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട യൂഹാന് ആ കുഞ്ഞിനെ എടുത്ത് പെട്ടിയിൽ വെക്കുന്നു. നല്ല ഡ്രസ്സെല്ലാം ഇട്ട് സുർമല്ലിട്ട് ആ കിടാവ് കളിക്കാം. ഒരു ഉമ്മക്ക് മനസ്സ് വരും ഒരു കിടാനെ പെട്ടിയിലിട്ട് വരാന്. സുബ്ഹാനല്ലാഹ്, എത്ര അള്ള ചെല്ലെങ്കും സഹിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങളാകുമ്പോ ചെറിയ ഒരു വീക്ക്നെസ് അതിലുണ്ടാവല്ലോ. അങ്ങനെ ഉണ്ടാവും.
ഉണ്ടാവും. ഏതാവട്ടെ അങ്ങനെ കുഞ്ഞിനെടുത്ത് മുത്തി കുളിപ്പിച്ച് പാലെല്ലാം കൊടുത്ത് കടത്ത് പെട്ടിക്ക് ബീഗിട്ട് അങ്ങിങ് നോക്കി. രണ്ടാമത് തുറന്നു. ഇത് രണ്ടാമത് പോലെ കൊടുക്കുന്നു. കടത്തുന്ന് പോയല്ലേ രണ്ടാമത് ഇങ്ങനെ 12 മണി അവൾ ഇതേ പണി. സുബഹി വരെ ഇങ്ങനെ ആയി. സുബഹിക്ക് രണ്ടാമത് കുളിപ്പിച്ചിട്ട് രണ്ടാമത് പെട്ടി ജിബ്രീൽ എന്ന് പറയുന്നു പെട്ടെന്ന് പോകണം. അങ്ങനെ കുഞ്ഞിനെയും പെട്ടിയിലിട്ടിട്ട് അതാ നേരെ നടന്നിട്ട് ദുഃഖഭാരത്താൽ നടന്നു ബീവി റാഹിമിൽ തന്റെ വരവും ബീവി. ദുഃഖഭാരത്തോടുകൂടെ നടന്നിട്ട് നൈൽ എന്ന് പറയുന്ന പടയുടെ കരയിലെത്തിയപ്പോ ഭയങ്കരമാകപ്പെട്ട ചാട്ടം. ഇതിലേക്കാണോ എന്റെ കുഞ്ഞിനെ എറിയേണ്ടത്? അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള ജിബ്രീലിന്റെ വിളി എറിഞ്ഞോ? ബഹുമാനപ്പെട്ട യോഹാൻ പെട്ടി രണ്ടാമത് തുറന്ന് കുഞ്ഞിനെ മുത്തി രണ്ടാമത് ചുംബിച്ച് എന്നിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ആ പൊന്നുമ്മ പെട്ടി എടുത്തിട്ടതാ ആ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇങ്ങനെ നോക്കുമ്പോ ആ പെട്ടി അതാ സ്പീഡായിട്ട് ഉമ്മക്ക് കാണാതെ തായോട്ട് ഒഴുകി പോകുന്നു. ആ ഉമ്മ ദുഃഖത്തോടുകൂടെ തന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു വരുന്നു. ഇനി ഈ പെട്ടി എവിടത്തേക്ക് എത്തും? ഇൻഷാ അല്ലാഹ് അതിലുള്ള കുഞ്ഞ് എന്താവും, എന്തൊക്കെ ആവാനുണ്ട്, കഥയുടെ നല്ല രസകരമായ നല്ല ഭാഗങ്ങളൊക്കെ നാളെ മുതൽ പറയുവാൻ കേൾക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.